മാഡം ഞാനൊരു ചരിത്രം പറയാം. ഇവിടെ നിന്ന് പണ്ട് ഒരു മന്ത്രി പീച്ചിയിലേക്ക് പോകുന്നു. ആ കാറ് മന്ത്രിയുടെ കാറ് ഒരു ഉന്തുവണ്ടിയിൽ തട്ടുന്നു. വണ്ടി നിർത്താതെ പോകുന്നു, കാറ് നിർത്താതെ പോകുന്നു. ആളുകളൊക്കെ വന്ന് നോക്കുമ്പോൾ കാറ് എന്താണെന്ന് നോക്കുന്ന സമയത്ത് ആ കാറിൽ ഒരു സ്ത്രീയുണ്ട് എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങുന്നു. അതങ്ങനെ കേരളമൊട്ടാകെ വ്യാപിക്കുകയാണ്. ആ കാറിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരാണ് PT ചാക്കോ. അന്ന് അദ്ദേഹം R ശങ്കർ മന്ത്രിസഭയിലെ മന്ത്രിയാണ്. പക്ഷെ അദ്ദേഹത്തിന് തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ ആരോപണം നേരിട്ടുകൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുകയാണ്. 1964 ഫെബ്രുവരി 20 അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുന്നു. രാജിവെച്ചതിന് ശേഷം അദ്ദേഹം രാഷ്ട്രീയമൊക്കെ ഉപേക്ഷിച്ച് അതിനുശേഷം പിന്നെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയും അദ്ദേഹം പരാജിതനാകുകയാണ്. അതിനുശേഷം അദ്ദേഹം വക്കീൽ പണിയിലേക്ക് തിരിയുന്നു. പക്ഷെ അധികകാലം അദ്ദേഹം പിന്നീട് ജീവിച്ചില്ല. അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം KM ജോർജിൻ്റെ നേതൃത്വത്തിൽ 15 അംഗ കോൺഗ്രസ് MLA പ്രത്യേക ബ്ലോക്കായി മാറുകയാണ്. അവർ R ശങ്കർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു. ശങ്കർ മന്ത്രിസഭ താഴെ വീഴുന്നു. 1964 ഒക്ടോബർ 9 കോട്ടയം തിരുനക്കര മൈതാനത്ത് ഇവരെല്ലാം കൂടെ കൂടിയിട്ട് വലിയ സമ്മേളനം നടത്തുന്നു. NSSൻ്റെ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ വന്നിട്ട് ആ പാർട്ടിക്ക് പേരിടുകയാണ്. അതിൻ്റെ പേരാണ് കേരള കോൺഗ്രസ്. അപ്പോൾ ഇങ്ങനെ വലിയൊരു ചരിത്രം കേരള കോൺഗ്രസിൻ്റെ ചരിത്രമാണ്. ഇത്രയും ചരിത്രമുള്ള നമുക്ക് ആലോചിക്കുമ്പോൾ ഒട്ടേറെ നേതാക്കന്മാർ, KM മാണി, നമ്മുടെ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്ഥാപകൻ KM ജോർജ് ആണെങ്കിലും അദ്ദേഹത്തെക്കാളൊക്കെ നമ്മൾ പെട്ടെന്ന് കേരള കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത് KM മാണിയാണ്. R ബാലകൃഷ്ണപിള്ള, KM മാണി, PJ ജോസഫ്, ഇങ്ങനെ പറയുന്ന നേതാക്കന്മാർ അവരൊക്കെ ഒരു നാട്ടുപ്രമാണിമാരെ പോലെ അവരുടെ വാക്കിന് മാത്രമല്ല അവര് ജനഹിതത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാരുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. പക്ഷേ കേരള കോൺഗ്രസ് അന്ന് രൂപം കൊണ്ടെങ്കിലും കേരള കോൺഗ്രസ് പിന്നീട് 1976 KM മാണിയുടെ നേതൃത്വത്തിൽ പിളരുകയാണ്. ആദ്യത്തെ പിളർപ്പ് 13 തവണയാണ് അവർ പിളർന്നത്. KM മാണി തന്നെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. പിളർപ്പിലൂടെ വളരുന്ന പാർട്ടിയാണ്, വളരുന്നതോറും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ സെന്റൻസ് കൃത്യമായി എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അങ്ങനെയുള്ള എന്നും ആ രൂപീകരണം മുതൽ കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി കേരള കോൺഗ്രസിൻ്റെ പല വകഭേദങ്ങൾ, കേരള കോൺഗ്രസ് B, M, J, ജനാധിപത്യ കേരള കോൺഗ്രസ്, സെക്യുലർ കോൺഗ്രസ്, ഇങ്ങനെ പല രൂപത്തിലുള്ള കേരള കോൺഗ്രസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. സമുദായത്തിൻ്റെ വിദ്യ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ കേരള കോൺഗ്രസ്സിന് ഇപ്പോൾ നമ്മുടെ ഈ സമകാലിക രാഷ്ട്രീയത്തിൽ ഞാൻ ഈ പറഞ്ഞ മഹാരഥന്മാരായ നേതാക്കന്മാർ, PJ ജോസഫ് ജീവിച്ചിരിപ്പുണ്ട്, ബാക്കി എല്ലാവരും മൺമറഞ്ഞു പോയി. ഇപ്പോൾ എന്താണ് കേരള കോൺഗ്രസ്സിന് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ പ്രസക്തി? ഇപ്പോഴത്തെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇപ്പം ജോസ് കെ മാണിയുണ്ട്, KB ഗണേഷ് കുമാറുണ്ട്. KB ഗണേഷ് കുമാറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കവേ തന്നെ കഴിവ് തെളിയിച്ചാണ്. അന്നത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററായിട്ട് ഇപ്പോഴും ജനം പറയും ഗണേഷ് കുമാർ ആദ്യം മന്ത്രിയായിരുന്ന സമയത്ത് കൃത്യമായിട്ട് പെൻഷൻ കിട്ടും. അതാണ് ജനങ്ങളുടെ ആവശ്യം. ജനഹിതം എന്ന് പറഞ്ഞാൽ അതാണ്. കൃത്യമായിട്ട് പെൻഷൻ 2-ാം തീയതി 3-ാം തീയതിയൊക്കെ ആകും കിട്ടും. ശമ്പളം അതേ കണക്ക് തന്നെ 1-ാം തീയതി ശമ്പളം വീഴും. ആ ഒരു വ്യവസ്ഥ കൊണ്ടുവന്നത് KB ഗണേഷ് കുമാറാണ്. അതാണ് അദ്ദേഹത്തിന് ഇത്രയും ഒരു ജനങ്ങളുടെ ഇടയിൽ, ജനഹൃദയങ്ങളിൽ സ്ഥാനം കിട്ടിയത്. അത് ബാലകൃഷ്ണ പിള്ളയും മറികടന്നിട്ടാണ് ഇങ്ങനെ KB ഗണേഷ് കുമാറിന് ബേസ് കിട്ടുന്നത്.
അതേസമയം കെ എം മാണിയുടെ മകനാണെങ്കിൽ നമുക്കറിയാം, കെ എം മാണിയുടെ മകനാണ് കഥറക്കിട്ട് നമുക്കറിയാം. നമുക്ക് പുള്ളിയുടെ കഴിവ് എന്തെങ്കിലും പുള്ളി തെളിയിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കഴിവ് തെളിയിച്ചിട്ടുണ്ടോ? അതിന് വല്ല ചാൻസും പുള്ളി ചോദിച്ചു വാങ്ങിയോ, അല്ലെങ്കിൽ പുള്ളി ആ ഒരു കാലിബർ കാണിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എൻ്റെ അറിവിലില്ല. പക്ഷേ ഗണേഷ് കുമാർ അങ്ങനെയല്ല. ഗണേഷ് കുമാർ ഇപ്പം ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹം ആ മന്ത്രിസഭയുടെ കൂടെ നിൽക്കുകയും ഇപ്പം എല്ലാവരും വൺ മാൻ പാർട്ടി ആയി. പഴയ KB നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു നല്ല ചരിത്രമുള്ള മധ്യ കേരളത്തിലുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് 25 ഇവര് രൂപീകരിച്ച് 4 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വരെയാണ്. 25 പേരാണ് അവര് കേരള ജയിച്ചു വരുന്നത് ഉണ്ടായിരുന്നു. അതാണ് പിന്നെ ചുരുങ്ങി വളരെ ചെറിയ നമ്പറിലേക്ക് എത്തുന്നത്. ഇപ്പം വന്നിട്ട് ഒറ്റയാൾ പാർട്ടിയായിട്ട് മാറി. അപ്പം ആ ഒരു അവസ്ഥയിൽ പലരും ആളില്ലാത്ത ഈ നേതാവ് മാത്രമുള്ള കേരള കോൺഗ്രസും ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ എൻ്റെ നേതാവാണ് പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് പേര് വരുമ്പോഴാണ് അയ്യോ ഈ പുള്ളി ഇതിൻ്റെ നേതാവായിരുന്നു. അങ്ങനെയുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് ഇപ്പോൾ ശരിക്കും ഒരു ഹാസ്യമായിട്ട് മാറിയിരിക്കുന്നു. പക്ഷേ KB ഗണേഷ് കുമാർ B വിഭാഗത്തിന് നല്ല നടത്തുന്നുണ്ട്. നിലനിർത്തുന്നെങ്കിൽ അദ്ദേഹം മാത്രമേ ഉള്ളൂ എലക്റ്റഡായിട്ട് വരുന്നത്. മാണിയുടെ അവിടെ നിന്നാണെങ്കിൽ മാണിയുടെ ആരെങ്കിലും ഒരാളിനെ നിർത്തും. പക്ഷെ ജോസ് കെ മാണി MP ഒക്കെ ആയിട്ടുണ്ട്, ആ ഒരു രീതിയിൽ പോയിട്ടുണ്ട്. പക്ഷെ കേരളത്തിലെ ജനങ്ങളിൽ അല്ല, അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അസംബ്ലിയിലേക്ക് മത്സരിച്ചെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല. ഒരുപക്ഷെ അദ്ദേഹം മന്ത്രി ആയിരുന്നെങ്കിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിന്റെ കാലിബർ അറിയാവും. പത്തര മാറ്റമുണ്ടോ ഇല്ലെന്ന് ഒരു ചോദിക്കല്ലേ അറിയാവുള്ളൂ. അവരുടെ തട്ടകത്തിലാണ് അവിടുത്തെ ജനം തോപ്പിച്ചത്. അതെ, അതാണ് പ്രധാന ഘടകം. അവരുടെ തട്ടകത്തിൽ തന്നെയാണ് അവർ തോക്കുന്നത്. കെ എം മാണി വർഷങ്ങളോളം അജയനായി ജയിച്ചെടുത്ത്, എന്നാൽ ജോസ് കെ മാണിക്ക് അതിലപ്പുറം ചാൻസ് ഇല്ല. പക്ഷേ അതേ തട്ടകത്തിൽ തന്നെ തോക്കേണ്ടി വന്നു. കോട്ടയത്ത് നമ്മുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കോട്ടയത്ത് LDF-ഉം UDF-ഉം പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് കോട്ടയത്ത് നല്ല ഫൈറ്റാണ്. ഒരുപക്ഷെ UDF-ന്റെ ലിസ്റ്റിലാണ് ഫ്രാൻസിസ് ജോർജ് ജയിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ LDF 20,000 വോട്ടിന് അവിടെ തോമസ് ചാഴിക്കാടൻ ജയിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. അവർക്ക് അവിടെ ഒരു വോട്ട് ബാങ്ക് ഈ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ജോസ് കെ മാണി വരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വോട്ട് ഉണ്ട്. അതിൻ്റെ കൂടെ പ്ലസ് ഈ ജോസ് കെ മാണിയുടെ വോട്ടും കൂടെ ചേരുമ്പോൾ ജയിക്കും എന്നാണ് അവരുടെ കണക്കൂട്ട്. UDF 60,000 വോട്ടിന് ഫ്രാൻസിസ് ജോർജ്, കാരണം അതൊരു UDF എപ്പോഴായാലും വലതുപക്ഷ ചായ്വുള്ള മണ്ഡലം ആയതുകൊണ്ട് UDF അവിടെ 60,000 വോട്ടിന് ജയിക്കും. പിന്നെ BDJS പിടിക്കുന്ന വോട്ട് വളരെ നിർണായകമാണ്. ഒരുപക്ഷെ ഈ ഫലത്തെ സ്വാധീനിക്കാം, തുഷാർ വെള്ളാപ്പള്ളി പിടിക്കുന്ന വോട്ടുകൾ. ഇവിടെ ഈ കേരള കോൺഗ്രസിന് കോട്ടയം തെരഞ്ഞെടുപ്പ് ഇലക്ഷനിൽ ആര് ജയിച്ചാൽ 2 കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള മത്സരമാണ്. ജോസഫ് ഗ്രൂപ്പിലെയും മാണി ഗ്രൂപ്പിലെയും 2 പേര് തമ്മിലുള്ള മത്സരമാണ്. ആര് ജയിച്ചാലും ആര് പരാജയപ്പെട്ടാലും വളരെ പ്രധാനപ്പെട്ട 2 കേരള കോൺഗ്രസിലെ ഗ്രൂപ്പുകളാണ് ഇവർ 2 ഇപ്പോൾ നിലവിൽ. ആര് ജയിച്ചാലും തോറ്റാലും ഇവർക്ക് നിർണായകമാകുന്നത് എങ്ങനെയായിരിക്കും? ഇവർക്ക് നിർണായകമാകുമെന്ന് വെച്ചാൽ ആ പാർട്ടിയുടെ നിലനിൽപ്പിന് തന്നെ ചോദ്യചിഹ്നമായിട്ട് വരും. PJ ജോസഫ് പഴയതുപോലെ എനിക്ക് തോന്നുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം വളരെ ആക്റ്റീവ് അല്ല. ആ പാർട്ടിയെ മോൻസ് ജോസഫാണ് ഇപ്പം പ്രൊജക്ട് ലീഡർ. അതിന്റെ പേരിലാണ് ഈ സജി മഞ്ഞക്കടമ്പ് എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെച്ചു പോവുകയൊക്കെ ചെയ്തത്. രാജിവെക്കാൻ കാരണം മോൻസിന്റെ ഭരണം. അപ്പം നേതാവ് PJ ജോസഫ് ആണെങ്കിലും ഇദ്ദേഹം ആ ഒരു ഇതങ്ങ് ഏറ്റെടുത്ത മട്ടാണ്. ഈ UDF PJ ജോസഫിന്റെ
ഗ്രൂപ്പിലുള്ള ഫ്രാൻസിസ് ജോർജ് ജയിച്ചാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ പി ജെ ജോസഫിന് പഴയതുപോലെ മറ്റേത് കേരള കോൺഗ്രസിന്റെ വാക്കിന് UDF വലിയ സ്വാധീന ശക്തിയുണ്ട്. വലിയ സ്വാധീനം മധ്യ കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയാണെങ്കിലും അവരുടെ വാക്കുകൾക്ക് എല്ലാ പാർട്ടി അംഗങ്ങളുടെ ഇടയിലും ഘടകങ്ങളുടെ ഇടയിലും ഒരു നിർണായക വോയിസ് ആയിരുന്നു. അപ്പോൾ ഈ പി ജെ ജോസഫ് ഇപ്പോൾ UDF തോൽക്കുകയാണെങ്കിൽ UDFിലുള്ള അദ്ദേഹത്തിൻ്റെ വോയിസിന് ശക്തി ക്ഷയം സംഭവിക്കുമോ? നേരെ തിരിച്ച് LDFിൽ അവർ തോൽക്കുകയാണെങ്കിൽ LDFിൻ്റെ ഘടന തന്നെ വേറെയാണ്. UDF അല്ല. UDF ഫ്ലെക്സിബിളും അങ്ങനെയൊക്കെയാണ് UDFിൻ്റെ അകത്തുള്ള ഘടന. അത് അവർ ആശയങ്ങളും എല്ലാം മറക്കാനും പൊറുക്കാനും ഒക്കെ വെക്കും. LDF അങ്ങനെയല്ല. LDFിൽ തോമസ് ചാഴിക്കാടൻ തോറ്റാൽ ഒരു വലിയ ഇതായിട്ട് വരും. കേരള കോൺഗ്രസ് വലിയൊരു ഘടകമല്ല എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. അല്ല എന്നുള്ളൊരു ഇത് വരും. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ആ മധ്യ കേരളത്തിൽ വോട്ട് ശതമാനം വർദ്ധിക്കാനും സീറ്റെണ്ണം വർദ്ധിപ്പിക്കാനും കൂടെ നിന്ന പാർട്ടിയാണ് കേരള കോൺഗ്രസ് വന്നതിന് ശേഷമാണ് അത്തരം സീറ്റ് വർധന ഉണ്ടായെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കോട്ടയം തോറ്റുപോയാൽ അതെല്ലാം അപ്രസക്തമായി പോകും. അപ്രസക്തമാവും. പിന്നെ അണികളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് പ്രോപ്പറായിട്ടുള്ള ലീഡർഷിപ്പ്. അതെ. അപ്പം നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആ ചോദ്യത്തിൽ നമ്മൾ നേരത്തെ തുടങ്ങിയതുപോലെ ഈ പറഞ്ഞ നേതാക്കന്മാർ KM മാണി, PJ ജോസഫ്, R ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കര മണ്ഡലം, അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ കൊല്ലം ജില്ലയിലെ 2 സ്ഥലങ്ങളിൽ മാത്രം അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലെ കിഴക്കൻ മേഖലയിലൊക്കെ സ്വാധീനം ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം കേരളമെമ്പാടും സ്വാധീനമുള്ള ഒരു നേതാവല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹം നിർണായകമായ ഒരു ശക്തിയായിരുന്നു UDF. അപ്പൊ ഈ ഞാൻ പറയുന്ന ഇതുപോലെ R ബാലകൃഷ്ണപിള്ള, KM മാണി, PJ ജോസഫിനെയൊക്കെ പോലെയുള്ള കരുത്തുറ്റ കേരളമെമ്പാടും ആദരിക്കുന്ന നേതാക്കന്മാരുടെ അഭാവം ഇപ്പോൾ അത് കേരള കോൺഗ്രസിന്റെ പ്രസക്തിയെ തന്നെ PC ജോർജിനെ നമ്മൾ കണക്ക് കൂട്ടണ്ട. PC ജോർജിനെ കണക്ക് കൂട്ടുന്നില്ല. അഭാവം നമുക്ക് കേരള കോൺഗ്രസിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടോ? പ്രസക്തി തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഒരു കാര്യം കറക്റ്റഡ് ആവണം. KB ഗണേഷ് കുമാറിന് വേണ്ടത്ര LDFിനകത്ത് നിന്നുകൊണ്ട് പുള്ളിക്കൊന്നും ചെയ്യാൻ ഒക്കുന്നില്ല. കാരണം LDFിൻ്റെ ആ മുന്നണിയുടെ ഘടന അങ്ങനെയാണ്. അപ്പം ഇത് KB ഗണേഷ് കുമാറിന് ഒരു നിർണായക ഘടകമാകാമായിരുന്നു UDFിലായിരുന്നെങ്കിൽ. പക്ഷെ ഇനിയും UDFിൽ വരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് വേറെ കാര്യം. എന്നാൽ KB ഗണേഷ് കുമാർ ആണെങ്കിൽ അച്ഛനോളം നിൽക്കും ആ ഒറ്റ മകൻ. അത് മറു ചോദ്യമില്ല. പക്ഷെ ജോസ് കെ മാണി അത്ര പോരാ. കാരണം പുള്ളി എന്തെങ്കിലും ഒന്ന് ഇത് അദ്ദേഹത്തിൻ്റെ മാറ്റ് കാണിക്കണം. ഇപ്പം KB ഗണേഷ് കുമാർ കാണിച്ചു കഴിഞ്ഞു, ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അതിനിടയ്ക്കൊരു പേര് വിട്ടുപോയി, യഥാർത്ഥ TM ജേക്കബ്. പേര് പറയാൻ മറന്നുപോയി. TM ജേക്കബ് വലിയ നേതാവായിരുന്നു. TM ജേക്കബ് നല്ല പാർലമെന്റേറിയനും നന്നായി പഠിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയും മാത്രമല്ല ജനഹിതം. TM ജേക്കബിൻ്റെ മെയിൻ ഇതായിട്ടുള്ള കോൺസെൻട്രേഷൻ ജനഹിതമാണോ ചെയ്യുന്നത്, അത് മാത്രമേ പുള്ളി നോക്കുള്ളൂ. ഫസ്റ്റ് പ്രയോറിറ്റി അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രയോറിറ്റി ഇത് ഞാൻ ചെയ്യുന്ന എന്താണെങ്കിലും അത് ജനങ്ങൾക്ക് എങ്ങനെയായിരിക്കും. അത് എനിക്കൊന്ന് മധ്യ കേരളത്തിലുള്ള നേതാക്കന്മാർക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അത് മാറിയതോടുകൂടിയാണ് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ നേതാക്കന്മാരില്ലേ, ആ നേതാക്കന്മാർ എല്ലാവരുടെ കാര്യം എടുത്ത് നോക്കും. ഓഫ്കോഴ്സ് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വേറെ, എന്നാലും അവർ മെയിനായിട്ട് ജനഹിതം.
ഇപ്പം ഈ ഇലക്ഷനും ഫൈറ്റ് ചെയ്യുന്നതും രണ്ട് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള നേതാക്കന്മാരുമാണ്, ഫ്രാൻസിസും തോമസ് ചാഴികാടനും. നമുക്ക് പോലും പറയാൻ ഒക്കുന്നില്ല ആർക്കാണ് മുൻതൂക്കം വരേണ്ടതെന്നും അല്ലെങ്കിൽ ആര് ജയിക്കണം, ആര് ജയിച്ചാൽ കൊള്ളാം എന്ന് പറയാൻ നമുക്ക് പോലും പറയാൻ ഒക്കുന്നില്ല. ഇപ്പോൾ കോട്ടയത്ത് വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്കറിയാം, അത് കഴിയുമ്പോൾ നമുക്ക് കേരള കോൺഗ്രസിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എന്താണെന്നുള്ളതൊക്കെ ആ തിരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് അറിയാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.